എല്ലാവർക്കും നന്ദി. ഞാൻ വന്ന് മലയങ്കീഴ് സ്വയംഭൂമാതാ ശ്രീ വിശ്വംഭരി ക്ഷേത്രത്തിൻ്റെ സ്ഥാപകനാണ്. സനാതന സത്സംഗ കർമാശ്രമത്തിൻ്റെ മഠാധിപതിയാണ്. ഞാൻ ആത്മീയതയിലേക്ക് വരുന്നത് ഈ പൂർവ പിതാക്കന്മാരായ അയ്യാ വൈകുണ്ഠരും നമ്മുടെ ആര്യസ്വാമി എന്ന് പറയുന്ന അധ്യാത്മ ചിന്താലേശ്വരൻ, ഗുരുനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി സ്വാമി വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, ഇങ്ങനെയുള്ള പൂർവ പിതാക്കന്മാരുടെ ഒരു ആത്മീയ വെളിച്ചം തട്ടിയത് കാരണം അവിടെ ഒരു സ്വയംഭൂ സങ്കല്പത്തിലാണ് ഈ ആധ്യാത്മിക വെളിച്ചം എനിക്ക് കിട്ടിയത്. ഈ അയ്യാ വൈകുണ്ഠര് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും വിദേശ മതപരിവർത്തനത്തിന് എതിരെയും മനുഷ്യരായി കണ്ടുകൊണ്ട്, ദേവന്മാരായി കണ്ടുകൊണ്ട് അവരെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ഇച്ഛാശക്തി വളർത്തുകയും ജ്ഞാന പ്രബോധനം പറഞ്ഞു കൊടുക്കുകയും അവരെ ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാപുണ്യ ആത്മാവായിരുന്നു അയ്യാ വൈകുണ്ഠൻ. അതിനെ അനുകരിച്ച് എന്ന രീതിയിൽ ഭാരതത്തിൽ അനവധി ഋഷീശ്വരന്മാർ പിറന്ന മണ്ണാണ് ഈ ഭാരതത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അവധൂതജി എന്ന് പറയുന്ന ആ പുണ്യാത്മാവ്, പന്തീരുകുലം ആചാര്യനായ ശിവ ആനന്ദ സരസ്വതിയും ഇവരെല്ലാം ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പുണ്യദൗത്യം നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വെളിച്ചമാണ്. അത് വരും തലമുറയ്ക്കും ആത്മീയമായി ആത്മാർത്ഥമായി ജീവിതത്തെ ഉണർത്തി എടുക്കുവാനുള്ള സംശയ നിവാരണ കൂട്ടായ്മകൾ, സനാതന ബോധവൽക്കരണം, ഇതാണ് ഇന്നത്തെ കുട്ടികൾക്ക്, മനുഷ്യർക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് നമുക്കായിട്ട് പകർന്നു തന്ന ആ ആത്മ ബ്രഹ്മ തിളക്കം നമ്മുടെ വരും തലമുറ അത് സ്വീകരിക്കുക. മാനവരെല്ലാം അമൂല്യമായ ഒരു ജന്മമാണ് മനുഷ്യർക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ തെറ്റിദ്ധാരണ, നിരാശ, ഇങ്ങനെയുള്ള അനവധി നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പുരോഗതി വരത്തക്ക ചിന്താഗതികൾ നമുക്ക് ഉച്ചയിൽ ഉദിക്കുന്നതിന് വേണ്ടിയാണ് ആത്മീയമായി ഗുരുക്കന്മാർ നമ്മെ പ്രചോദിപ്പിച്ചത്. അങ്ങനെയുള്ള പൂർവ്വ പിതാക്കന്മാരുടെ പാത പിന്തുടരുവാൻ എന്നെയും അവധൂത് പ്രസാദ്ജിയെയും പന്തീരുകുലം ആചാര്യനും പ്രഭാകര സ്വാമിയും ഇങ്ങനെയുള്ള അനവധി ആൾക്കാർ ഇന്നും ഈ ഭാരതത്തിലെ ഹൈന്ദവ എല്ലാ മാനവരും ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെന്നാൽ ജന്തു തലത്തിൽ നിന്ന് ഉണർന്ന് ഹിന്ദു തലത്തിലേക്ക് ഉയർന്ന് അവർ ലോക ബന്ധുക്കളാകണം എന്ന പ്രചോദനമാണ്, ആ വെളിച്ചമാണ് നമ്മുടെ പടച്ച തമ്പുരാനായ ഈ ശവങ്ങളുടെ നാഥനായ സദാശിവ ചൈതന്യം ബോധസ്വരൂപൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മാനസിക വൈകല്യങ്ങൾക്ക് അടിമപ്പെടാതെ മനുഷ്യൻ ഈ കിട്ടിയ ജീവിതം ഉപയോഗപ്പെടുത്തുവാൻ ഈ ഗുരുപരമ്പരകളുടെ അനുഗ്രഹമുണ്ടാവട്ടെ. ആ അനുഗ്രഹത്താൽ നമ്മുടെ സന്തതി പരമ്പരകൾ ജീവിതത്തിൻ്റെ നിറവ് അനുഭവിച്ച് ആത്മാനന്ദത്തോടുകൂടി ജീവിക്കുവാൻ ആ ജീവിതങ്ങളെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.
എല്ലാ മാനവർക്കും, മനുഷ്യ കുലത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും സ്നേഹവും കരുണയും ദയയും ഉണ്ടാകട്ടെ, വിശാല ഹൃദയരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.